കണ്ണൂർ ജില്ലയിലെ മാടായി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും പ്രസിദ്ധവുമായ ഒരു ക്ഷേത്രമാണ് ശ്രീ മാടായി തിരുവർക്കാട്ട് ഭഗവതി ക്ഷേത്രം. പൊതുവെ മാടായിക്കാവ് എന്ന പേരിൽ ഇതറിയപ്പെടുന്നു. ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ എല്ലാം മാതൃക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു. കണ്ണൂരിൽ നിന്ന് ഏകദേശം 22 കിലോമീറ്റർ അകലെ പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ എരിപുരത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാക്ഷാൽ ആദിപരാശക്തിയുടെ ഉഗ്രഭാവമായ ശ്രീഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. മാടായിക്കാവിലമ്മ, തിരുവർക്കാട്ടമ്മ അല്ലെങ്കിൽ തിരുവർക്കാട് ഭഗവതി എന്നീ പേരുകളിലാണ് ഈ ദേവി അറിയപ്പെടുന്നത്. ഭഗവതിയോടൊപ്പം സപ്തമാതാക്കളും ബ്രാഹ്മി, വൈഷ്ണവി, മഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, കൗമാരി, ചാമുണ്ഡി എന്നിവർ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ദേവി പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ ദാരിക നിഗ്രഹത്തിനായി അവതരിച്ച ദേവി എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അവിടെ ആരാധിച്ചു വരുന്നത്. ദാരിക നിഗ്രഹത്തിന് അവതരിച്ച ദേവി എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ അത് അത്രയും രൗദ്രഭാവത്തിലുള്ള ദേവി രൂപമായിട്ടാണ്, കാളി ആയിട്ടാണ് ആരാധിച്ചു വരുന്നത്. ശത്രുസംഹാര പൂജ, അതുപോലെ അകപൂജ, മറ്റുള്ള അങ്ങനെ ആ തരത്തിലുള്ള പൂജാവിധികളാണ് അവിടെ കൂടുതലായിട്ടും നടത്തി വരുന്നത്. അപ്പം നിരവധി ഭക്തജനങ്ങളാണ് ഈ ശത്രുസംഹാര പൂജ, അതുപോലെ ശക്തി പൂജ എന്നീ പൂജകളൊക്കെ അവിടെ ചെയ്തു വരുന്നത്. അവരുടെ ഈ പൂജ ചെയ്തു വരുന്നതോടൊപ്പം തന്നെ അവർ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ട്. ആ ഒരു സങ്കല്പത്തിലാണ് വീണ്ടും വീണ്ടും അവിടെ ഭക്തജനങ്ങളുടെ തിരക്ക് ഏറി വരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഭദ്രകാളി ക്ഷേത്രമെന്ന് അറിയപ്പെടുന്നുണ്ടെങ്കിലും പരമശിവനും ഇവിടെ ഒരു പ്രധാന മൂർത്തിയാണ്. അദ്ദേഹത്തിന്റെ ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ പടിഞ്ഞാട്ട് ദർശനമായാണ് ഭദ്രകാളി പ്രതിഷ്ഠ. ഗണപതി, ശാസ്താവ്, ക്ഷേത്രപാലകൻ എന്നിവരാണ് ഇവിടുത്തെ ഉപദേവന്മാർ. ഐതിഹ്യങ്ങൾ അനുസരിച്ച് കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തേത് മാടായിലുമാണ്. ഈ 2 ക്ഷേത്രങ്ങളിൽ നിന്നും ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിച്ച അനേകം ഭദ്രകാളി ക്ഷേത്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണാൻ സാധിക്കും. ശാക്തീയ ക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന ദേവീക്ഷേത്രമാണ് മാടായിക്കാവ്. കൗളാചാര പ്രകാരമുള്ള പൂജകളാണ് ഇവിടെ നടന്നു വരാറുള്ളത്. കർണാടക, തമിഴ്നാട് ജില്ലകളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്നാണ് നിരന്തരം ഭക്തജനങ്ങളുടെ പ്രവാഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 5:15 മുതൽ 6 മണി വരെ ദർശന സമയം. പിന്നെ അത് കഴിഞ്ഞ് പൂജ കഴിഞ്ഞ് പിന്നെ രണ്ടാമത് 7 മണി മുതൽ 7 വരെ ദർശന സമയം. പിന്നെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ദർശന സമയം. ഇങ്ങനെയാണ് ഉച്ചവരെയിലെ പൂജാ സമയങ്ങളിൽ. വഴിപാട് ശത്രുസംഹാര പൂജയാണ് മുഖ്യമായിട്ടുള്ള ദിനം പ്രതി കഴിക്കുന്ന മുഖ്യമായിട്ടുള്ള വഴിപാട്. പിന്നെ അകപൂജ, ഗുരുസിപൂജ, കരിങ്കലശം, പിന്നെ വലിയ പൂജ, നിറമാല എന്നീ പൂജകൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിക്കുന്ന പ്രാർത്ഥനകളാണ്. ചിറയ്ക്കൽ കോവിലകത്തിന്റെ കുലദേവതയാണ് മാടായിക്കാവിലമ്മ. ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ഭഗവതിക്ക് പ്രാധാന്യമുള്ള ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാര പൂജയുടെ ഭാഗമായി കോഴി നിവേദ്യം ഇവിടെ നടത്താറുണ്ട്. ഇത് മറ്റു പല ക്ഷേത്രങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകതയാണ്. പോഷക സമൃദ്ധമായ ചെറുപയറും ഇവിടെ പ്രധാന നിവേദ്യമാണ്. ദേവിക്ക് ഈ കോഴി, ഗുരുതി ഇതെല്ലാം മുഖ്യമായിട്ടും ഇവിടെ നടന്നു വരുന്നത്. കൂടാതെ എന്താ വെച്ചാൽ മാടായി കാവ് എന്ന് പറഞ്ഞാൽ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നിന്നും ഉഗ്രസ്വരൂപിയായ ദേവിയുടെ നിരന്തര ഇത് കാരണം അവിടെ നിന്നും ആവാഹിച്ച് ഇവിടെ മാടായിക്കാവിലേക്ക് ഇതായിരുന്നു. ഇങ്ങനെ എന്താ വെച്ചാൽ ഇവിടെ കടൽ എന്താ വെച്ചാൽ ആഴി പോയിട്ട് കടൽ പോയിട്ട് കരയായി മാടായി എന്ന്, അങ്ങനെയാണ് മാടായി എന്നുള്ള ഈ ഭൂമിക്ക് പേര് വരാൻ കാരണം. കടൽ പോയിട്ട് കരയായി, അങ്ങനെ ആഴി പോയിട്ട് മാടായി എന്നുള്ള ഇതാണ് ഈ ഭൂമിക്ക്. അങ്ങനെ ഇവിടെ ഒരു ചങ്കിൽ ആവാഹിച്ചെറിഞ്ഞു. അന്നേരം അവിടെ ഒരു തിരുവിറയൽ കൊണ്ടുവന്നു. മാടായി ശ്രീ തിരുവർക്കാട്ട് കാവ് ഭഗവതി ക്ഷേത്രം എന്നും, കൂടാതെ ടെമ്പിൾസ് ഓഫ് കണ്ണൂരിൽ വിറകുകൊള്ളിയിൽ ആവാഹിച്ചെറിഞ്ഞെന്നും പറയപ്പെടുന്നുണ്ട്. ഒരിക്കൽ തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ ഭദ്രകാളിയുടെ വെളിച്ചപ്പാട് തനിക്കിരിക്കാൻ മറ്റൊരു സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് കത്തിജ്വലിച്ച ഒരു വിറകുകൊള്ളി എടുത്തെറിഞ്ഞുവെന്നും അത് മാടായിപ്പാറയിൽ ചെന്നു വീണുവെന്നും പറയപ്പെടുന്നു. ഈ കത്തുന്ന വിറകുകൊള്ളി പ്രതിഷ്ഠയ്ക്ക് സ്ഥാനം നൽകിയെന്നതിനാൽ ഈ സ്ഥലം ആദ്യം തിരുവിറക്കാവെന്നും പിന്നീട് തിരുവർക്കാടെന്നും അറിയപ്പെട്ടുവെന്നാണ് വിശ്വാസം. ഭദ്രകാളിയുടെ പ്രധാന വിഗ്രഹത്തിന് 4 കൈകളാണുള്ളത്. ക്ഷേത്രത്തിലെ പൂജാവിധികൾക്ക് ചില പ്രത്യേകതകളുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ നടത്തുന്നതുപോലെ അത്താഴപൂജ ഇവിടെ നടത്തുന്ന പതിവില്ല.
രാത്രി 8:30 നിവേദ്യം ശ്രീകോവിലിനുള്ളിൽ വയ്ക്കുന്നു. പിന്നീട് ദേവന്മാർ ഇവിടെ എത്തി ഭഗവതിയെ പൂജിച്ച് അത്താഴപൂജ പൂർത്തിയാക്കുമെന്നാണ് വിശ്വാസം. പിറ്റേ ദിവസം രാവിലെയാണ് പൂജാരി നട തുറന്ന് ഈ നിവേദ്യം പുറത്തെടുക്കുന്നത്. പിടാരർ എന്നറിയപ്പെടുന്ന ഒറിയ ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ പൂജാരിമാർ. ഇവർ മാംസാഹാരം കഴിക്കുന്നവരാണ് എന്നതും ശ്രദ്ധേയമാണ്. ശാക്തേയ സമ്പ്രദായത്തിലുള്ള പൂജ എന്ന് പറയുമ്പോൾ തന്നെ അത് പിടാരർ സമുദായത്തിലുള്ള പൂജാരിമാരാണ് ഈ പൂജാകർമ്മങ്ങൾ നിർവഹിച്ചു വരുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയേടത്ത് ഈശാനൻ നമ്പൂതിരിപ്പാടും ഈശാനൻ നമ്പൂതിരിപ്പാടും മൂത്തേടത്ത് മനയിലുള്ള നമ്പൂതിരിമാരുമാണ് ഇതിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചു വരുന്നത്. ചിറക്കൽ കോവിലകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവർകാട്ടുകാവ് അഥവാ മാടായിക്കാവ്. ചിറക്കൽ കോവിലകത്തിൻ്റെ പരദേവതയായിട്ട് ആരാധിച്ചു വരുന്ന മൂർത്തിയാണ്, ദേവീ സങ്കല്പമാണ് മാടായിക്കാവിലുള്ളത്. ചിറക്കൽ കോലത്തിരി രാജവംശത്തിൻ്റെ പരദേവതയായിട്ട് ആണ് മാടായിക്കാവ് പ്രസിദ്ധി ആർജിക്കുന്നത്. അതുപോലെ തന്നെ ഈ കോലത്തിരി രാജവംശം കെട്ടിയാടുന്ന തെയ്യാട്ട സമ്പ്രദായത്തിൽ കെട്ടിയാടുന്ന 35 പരദേവതമാരിൽ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് മാടായി തിരുവർകാട്ട് അമ്മ, അതായത് മാടായിക്കാവിലമ്മ. 35 പരദേവതമാരിൽ കോലത്തിരി ആരാധിച്ചു വരുന്ന തെയ്യക്കോലങ്ങളുടെ സമ്പ്രദായത്തിൽ ആരാധിച്ചു വരുന്ന ഒരു ദേവി സങ്കല്പം കൂടിയാണ് തിരുവർകാട്ട് കാവിലെ കുടികൊള്ളുന്ന അമ്മ അഥവാ മാടായിക്കാവിലമ്മ. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിലെ വാർഷികോത്സവം നടക്കുന്നത്. ഉത്സവത്തിന് തിടമ്പ് നൃത്തമാണ് പ്രധാന ചടങ്ങ്. ആനകളെ ഇവിടെ ഉപയോഗിക്കാറില്ല. മകരമാസത്തിൽ പാട്ടുത്സവവും ഇടവമാസത്തിലെ പെരുങ്കളിയാട്ടവുമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം. വലിയാരടി പൂജയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. പണ്ടുകാലത്ത് വസൂരി രോഗം വന്നാൽ മാടായിക്കാവിലമ്മയ്ക്ക് കുരുമുളക് നേദിക്കുന്ന ഒരു വിശ്വാസവും നിലനിന്നിരുന്നു. ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രത്തിലെ നാന്തകവാൾ കൈക്കലാക്കാൻ വന്ന അദ്ദേഹത്തിന്റെ പടനായകന് വസൂരി വന്നെന്നും അതിനാൽ പേടിച്ച് തിരിച്ചുപോയെന്നും ഒരു കഥയുണ്ട്. ചരിത്രപരമായി മാടായിക്കാവിന് വലിയ പ്രാധാന്യമുണ്ട്. കോലസ്വരൂപത്തിൽ നിന്ന് തിരുവിതാംകൂറിലേക്ക് ഒരു രാജകുമാരിയെ ദത്തെടുത്തപ്പോൾ അവരുടെ ആഗ്രഹപ്രകാരം മാടായിക്കാവിലമ്മയെ ആവാഹിച്ച് ആറ്റിങ്ങലിൽ പ്രതിഷ്ഠിച്ചു. ആറ്റിങ്ങൽ തിരുവർക്കാട്ടുകാവ് എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ പൂജാരിമാരെയും വാദ്യക്കാരെയും ജീവനക്കാരെയും മാടായിക്കാവിൽ നിന്ന് കൊണ്ടുപോയിരുന്നു. ഇത് മാടായിക്കാവിലെ ചൈതന്യവും ആചാരങ്ങളും കേരളത്തിന്റെ തെക്കൻ ഭാഗത്തേക്കും വ്യാപിച്ചതിന്റെ ഒരു ഉദാഹരണമാണ്. മാടായിക്കാവ് ഇപ്പോഴും അതിന്റെ അതുല്യമായ ആചാരങ്ങളിലൂടെയും ചരിത്രപരമായ പ്രാധാന്യത്തിലൂടെയും ഭക്തർക്ക് ആത്മീയമായ അനുഭവം പകർന്നു നൽകുന്നു.